നമ്മളിന്ന് വളരെ സന്തോഷത്തിലാണ്. ശ്രീജേഷിന് 2ാം പുതും ഒളിമ്പിക് നമുക്കൊരു മെഡൽ കിട്ടിയിരിക്കുകയാണ്. ഇത് രാജ്യത്തിന് അഭിമാനമാണ്. നമുക്ക് ഓരോരുത്തർക്കും, പ്രത്യേകിച്ച് ഓരോ മലയാളികൾക്കും, പ്രത്യേകിച്ച് നമുക്ക് എല്ലാവർക്കും അഭിമാനമാണ്. ഞാൻ ദീർഘമായി കടന്നു പോകുന്നില്ല. എന്തായാലും ശ്രീജേഷിൻ്റെ കഠിനാധ്വാനമാണ്, ഏകദേശം 19 വർഷത്തെ കഠിനാധ്വാനത്തിൻ്റെ റിസൾട്ടായിട്ടാണ് നമുക്ക് രാജ്യത്തിന് ഈ മെഡൽ നമുക്ക് നേടിത്തരാൻ സാധിച്ചത്. അതിന് ഞാൻ മുക്തകണ്ഠം അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്തായാലും ശ്രീജേഷിന് ഒത്തിരി ദീർഘവീക്ഷമുള്ള കാഴ്ചപ്പാടുണ്ട്. ഈ കേരളത്തിൽ നിന്നും രാജ്യത്തു നിന്നും ഒത്തിരി ഹോക്കി പ്ലേയേഴ്സിനെ ഇവിടെ കൊണ്ടുവരാൻ, അല്ലെങ്കിൽ അവരെ കൊണ്ടുവരാനുള്ള വലിയൊരു ദീർഘവീക്ഷണമുണ്ട്. ഇത് ശ്രീജേഷ് പറഞ്ഞു വെച്ചാൽ അടുത്ത ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് സ്വർണ്ണ മെഡൽ നേടിക്കൊടുക്കുമെന്നാണ് ശ്രീജേഷ് നമുക്ക് പറഞ്ഞ വാക്ക്. തീർച്ചയായിട്ടും അത് ഒരു സംശയവുമില്ല, അത് നേടിയെടുക്കുന്നത്. അതിന് ഇന്ത്യ ഗവൺമെന്റിന്റെയും കേരള ഗവൺമെന്റിന്റെയും അതിലെ സ്പോർട്സിന്റെ എല്ലാവരുടെയും സപ്പോർട്ടാണ് വേണ്ടത്. നമ്മുടെ എല്ലാവരുടെയും സപ്പോർട്ട്. തീർച്ചയായിട്ടും ഞങ്ങളുടെയൊക്കെ ജനപ്രതി എന്നതിന് ഞങ്ങളുടെയൊക്കെ സപ്പോർട്ടുണ്ടാകും. എനിക്ക് ഗവൺമെന്റിനോട് അഭ്യർത്ഥിക്കാനുള്ളത്, ശ്രീജേഷിന് ഏതൊക്കെ രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കും അതെല്ലാം നോക്കണം. അതുപോലെ തന്നെ ഇന്നിപ്പോൾ ശ്രീജേഷ് വിദ്യാഭ്യാസ വകുപ്പിൽ ജോയിന്റ് ഡയറക്ടറാണ്. അദ്ദേഹത്തിന് കൺഫേർഡ് IAS കൊടുത്ത് കേരളം അദ്ദേഹത്തെ ആദരിക്കണമെന്നാണ് എനിക്ക് ഗവൺമെന്റിനോട് അഭ്യർത്ഥിക്കാനുള്ളത്. ഒരിക്കൽ കൂടി ശ്രീജേഷിനെ അഭിനന്ദിക്കുന്നു. ഇവിടെ ഒളിമ്പിക് അസോസിയേഷന്റെ ഭാരവാഹികളെ പ്രത്യേകിച്ച് സ്വീകരണത്തിന് അവരെ അഭിനന്ദിക്കുന്നു. വലിയൊരു മെഡൽ നേട്ടവുമായിട്ടാണ് ശ്രീജേഷ് നമ്മുടെ മണ്ണിൽ വന്നിരിക്കുന്നത്. കേരളത്തിന്റെ മെഡൽ നേട്ടത്തിൽ, ഒളിമ്പിക്സ് മെഡൽ നേട്ടത്തിൽ ഇതുവരെ ഒരു മലയാളിക്കും അവകാശപ്പെടാൻ കഴിയാത്ത 3 മെഡൽ നേട്ടവുമായിട്ട് നമ്മുടെ നാട്ടുകാരൻ ശ്രീജേഷ് ഇന്ന് നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ കേരളത്തിനും ഇന്ത്യക്കും അഭിമാനമായി, പ്രത്യേകിച്ച് ഹോക്കി ഇന്ത്യക്കും അഭിമാനത്തോടു കൂടിയാണ് നമ്മളെല്ലാവരും ശ്രീജേഷിൻ്റെ മെഡൽ നേട്ടത്തെ കാണുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ ജൂനിയർ ഇന്ത്യയുടെ കോച്ചായിട്ടിപ്പോൾ നിയമിച്ചു. അദ്ദേഹം പറഞ്ഞത് അടുത്ത വരുന്ന ഒളിമ്പിക്സുകൾ 100 കണക്കിന് ശ്രീജേഷുമാരെ ഉണ്ടാക്കുക എന്ന ബൃഹത് പദ്ധതിക്കാണ് ശ്രീജേഷിന്റെ മനസ്സിലുള്ളത്. ആ ദൗത്യം ഏറ്റെടുത്തതിന് ശ്രീജേഷിനെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. അദ്ദേഹത്തിന് ഇനിയും 100 കണക്കിന് ശ്രീജേഷുമാരെ ഉണ്ടാക്കാൻ കഴിയട്ടെ എന്ന് ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് എല്ലാവിധ ഭാവങ്ങളും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വാക്കുകൾക്ക് അതീതമായ ഒരു അഭിനന്ദനങ്ങൾക്ക് അർഹിക്കുന്ന ഒരു വ്യക്തിയാണ് ശ്രീജേഷ്. എല്ലാവിധ അഭിനന്ദനങ്ങളും അർഹിക്കുന്നു. കേരളം എന്ന കൊച്ചു സംസ്ഥാനത്തിന് ലോക കായിക ഭൂപടത്തിൽ, ഇന്ത്യൻ കായിക ഭൂപടത്തിൽ മറക്കാനും മായ്ക്കാനും പറ്റാത്ത സ്ഥാനം നേടിക്കൊടുത്ത 2 ഒളിമ്പിക്സ് മെഡലിലൂടെ നേടിത്തന്ന ഈ മഹാനായ ശ്രീജേഷിന് എല്ലാം ആദരവും അർപ്പിക്കുകയാണ്. അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ള ഇപ്പോൾ ഒരു സിൽവർ ഗോൾഡ് മെഡൽ വാങ്ങണം എന്ന ഹോക്കിക്ക് വേണ്ടിയിട്ട്, കേരളത്തിന് വേണ്ടിയിട്ട്, ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഒളിമ്പിക്സിൽ ഒരു ഗോൾഡ് മെഡൽ വാങ്ങും എന്ന അതിനുള്ള സാഹചര്യം ഉണ്ടാക്കുമെന്ന് പറയുന്ന അദ്ദേഹത്തിന് കേരള സ്പോർട്സ് കൗൺസിലെ എല്ലാവിധ പിന്തുണയും സഹായവും ഉണ്ടാവുമെന്ന് ഉറപ്പ് നൽകുകയാണ്. കഴിഞ്ഞ 19 വർഷക്കാലം ഹോക്കിക്ക് വേണ്ടിയിട്ട് ജീവിതം അർപ്പിച്ച അദ്ദേഹം, ഒരുപക്ഷെ കായിക താരം എന്നുള്ള നിലയ്ക്ക് എനിക്കറിയാം, 1-2 വർഷക്കാലം തന്നെ കായിക രംഗത്ത് പിടിച്ചു നിൽക്കാനുള്ള ബുദ്ധിമുട്ട്, പ്രയാസം നമുക്കറിയാം. നീണ്ട 19 വർഷക്കാലം കായിക ശേഷി നിലനിർത്തിക്കൊണ്ട് ഇന്ത്യൻ ഹോക്കിക്ക് വേണ്ടി, ലോക ഹോക്കി കായിക രംഗത്ത് നിലനിന്ന അദ്ദേഹത്തിന് എല്ലാവിധ അഭിനന്ദനവും അർപ്പിക്കുകയാണ്. അദ്ദേഹം ഇതുവരെ നേടിയിട്ട് എല്ലാ നേട്ടങ്ങളിലുള്ള സന്തോഷം, അഭിനന്ദനം അർപ്പിച്ചിട്ടുണ്ട്. തുടർന്ന് മുന്നോട്ടുള്ള പ്രയാണത്തിന് എന്നും സ്പോർട്സ് കൗൺസിൽ അദ്ദേഹത്തോട് ഒപ്പം ഉണ്ടാവുമെന്ന് ഉറപ്പ് നൽകുന്നതിൻ്റെ ഈ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ബഹുമാന്യരെ, കോടാനുകോടി ഭാരതീയരുടെ അഭിമാനമായി മാറിയ നമ്മുടെ നാട്ടുകാരനായ ഒളിമ്പ്യൻ ശ്രീജേഷ് അവർക്ക് ആലുവയിലെ പൗരാവലിയുടെ പേരിൽ ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. നമ്മൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഒരിക്കലും ശ്രീജേഷിനെ മറക്കാൻ നമുക്ക് കഴിയില്ല. നമ്മുടെ ഹൃദയത്തിൽ അദ്ദേഹം പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിന് എല്ലാ ഉയർച്ചയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ആശംസകളും നേർന്ന് നഗരസഭയുടെ ആ ഒരു അഭിനന്ദനം അദ്ദേഹത്തെ അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഒളിമ്പ്യൻ പ്രിയ ശ്രീജേഷ്,
ആലുവ UC കോളേജിൽ ഇതൊരു ഹോക്കി വിളയുന്ന മണ്ണാണ്. ഇതിലിനിയും ഹോക്കി കൂടുതൽ വിളയിച്ച് ഇവിടെ നിന്ന് നല്ല പ്രതിഭകളെ തിരഞ്ഞെടുക്കാൻ ആലുവയുടെ തന്നെ ഒരു സ്വകാര്യ അഹങ്കാരമായി തിരഞ്ഞെടുക്കുന്ന ഒളിമ്പ്യൻ ശ്രീ ശ്രീജേഷിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഇനിയുമുള്ള ഹോക്കി ജീവിതം ഏറ്റവും നല്ലതായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം. നമസ്കാരം. ബിന്ദു മിസ്സിനെ കുറേ നാളായി വിളിക്കാറുണ്ടായിരുന്നു ഇവിടെ. UC-യിലേക്ക് വരണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ശരിക്കും ഇതുപോലെ നല്ലൊരു മെഡലൊക്കെ ആയിട്ട് വരാൻ വേണ്ടിയിട്ട് ദൈവം വൈകിപ്പിച്ചതായിരിക്കാം. എന്തായാലും നല്ലൊരു അവസരം, നല്ലൊരു ദിവസം. കുറേ സ്പോർട്സ് താരങ്ങളെ കണ്ടു ഇവിടെ. ഒത്തിരി പേര് യൂണിവേഴ്സിറ്റി പഠിക്കുന്ന ചെറിയ കുട്ടികളുണ്ട്. എൻ്റെ ജീവിതത്തെക്കുറിച്ച് വേറെ പറയേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആഗ്രഹം ഹോക്കിയായിരുന്നു. സത്യമാണ്. ഇപ്പം ഇവിടെയുള്ള എല്ലാവരും പലരും ഹോക്കി കളിക്കുന്നത് ചിലപ്പോൾ ഒരു പക്ഷേ ഫ്യൂച്ചർ കണ്ടിട്ടായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലായിക്കോട്ടെ. ഞാനും ആ ഒരു ലക്ഷ്യം കൊണ്ട് സ്പോർട്സ് ചെയ്തൊരു വ്യക്തിയാണ്. എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിക്കാൻ പോയപ്പോൾ പഠിച്ചില്ല. ആ സമയത്ത് ഹോക്കി കളിച്ചു. ഹോക്കി കളിച്ചാൽ ജോലി കിട്ടുന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. പഠിച്ചാലും ജോലിക്ക് വേണ്ടിയിട്ടാണല്ലോ നമ്മളൊക്കെ പഠിക്കുന്നത്, അല്ലേ? പക്ഷേ സ്പോർട്സ് ചെയ്യുന്നവർക്കുള്ളൊരു പ്രത്യേകത, നമ്മളൊക്കെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സ്പോർട്സ് ചെയ്യുന്നവരെല്ലാം ഒന്നല്ലെങ്കിൽ ക്ലാസ്സിൽ പഠിക്കാത്ത കുട്ടികളായിരിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒന്നിനും കൂടുതൽ അതിന് എങ്ങനെയും രക്ഷപ്പെട്ടില്ലെന്ന് വിചാരിച്ച് സ്പോർട്സ് ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷേ ഈ ചിന്താഗതി മാറിയത് പുറത്തു പോയി ഹോക്കി, അതായത് യൂറോപ്പിലെയും ഓസ്ട്രേലിയയിലേക്കുള്ള ആൾക്കാരെ കാണുമ്പോഴാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഹോക്കി കളിക്കുന്ന പലരും ഒന്നല്ലെങ്കിൽ ഫിസിയോതെറാപ്പിസ്റ്റോ ഡോക്ടേഴ്സോ എഞ്ചിനീയേഴ്സോ അങ്ങനെയുള്ള ആൾക്കാരാണ് ഹോക്കി കളിക്കുന്നത്. നമ്മുടെ നാട്ടിൽ മാത്രമാണ് എന്നാൽ പഠിക്കാത്തവനെങ്കിൽ ഹോക്കി കളിച്ചോട്ടെ, അല്ലെങ്കിൽ അത്ലറ്റിക്സ് ചെയ്തിട്ട് ഫുട്ബോൾ കളിച്ചോട്ടെ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ സ്പോർട്സ് ചെയ്യുന്നതിന് പഠിക്കാനും പറ്റും, കളിക്കാനും പറ്റും, എല്ലാം ചെയ്യാൻ പറ്റും. ഞങ്ങൾക്ക് ആദ്യം വേണ്ടത് ആ ഒരു വിശ്വാസമാണ്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, ഒരു ഹാർഡ് വർക്ക് ചെയ്യാനുള്ള മനസ്സ് എന്തായാലും ഉണ്ടാവണം. ഒരു ജയത്തിന് വിഷമിക്കാതെ, അല്ലെങ്കിൽ ഒരു തെറ്റിപ്പോയി പറഞ്ഞത്, ഒരു ജയത്തിന് സന്തോഷിക്കാതെ, അല്ലെങ്കിൽ ഒരു തോൽവിയിൽ വിഷമിക്കാതെ കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യാം. നമുക്കൊരു ലക്ഷ്യം വേണം. എനിക്കൊരിക്കലും എൻ്റെ ഒരു ലക്ഷ്യം ഒരിക്കലും ഇതായിരുന്നില്ല അവിടെ. സത്യം പറയാം, ഈ ഒരു മെഡൽ നിങ്ങളെ കാണിക്കാൻ പോണേക്കാളും മുമ്പ് ഈ ഒരു ഒളിമ്പിക്സ് മെഡൽ ആയിരുന്നില്ല എൻ്റെ ലക്ഷ്യം. ലക്ഷ്യം എപ്പോഴും ഒരു ജോലി കിട്ടുക എന്നുള്ളതായിരുന്നു. ഒരു ജോലി കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ പ്രൊമോഷൻ കിട്ടുക എന്നുള്ളതായിരുന്നു. ഒരു പ്രൊമോഷൻ കിട്ടിക്കഴിഞ്ഞപ്പോൾ എങ്ങനെയെങ്കിലും അത് കണ്ടിന്യൂ ചെയ്യണമെന്നായി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും സ്പോർട്സിൽ കുറച്ച് ഫേസ് കയറി വന്നപ്പോഴത്തേക്കും എന്നാൽ പിന്നെ ഒളിമ്പിക്സ് വരെ കളിക്കണം എന്നൊരാശ വന്നു. ഒളിമ്പിക്സ് കളിച്ചു കഴിഞ്ഞപ്പം എല്ലാവരും കളിയാക്കി തുടങ്ങിയപ്പോൾ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു മെഡൽ മേടിക്കണം. എന്നാൽ അങ്ങനെ ചെയ്ത് ഓരോ ചെറിയ ചെറിയ ആഗ്രഹങ്ങളും വച്ചിട്ടാണ് ഈ ഒരു ലെവലിലേക്ക് എത്തിയത്. അപ്പം എന്ന് പറഞ്ഞ് ഞാനൊരു സ്റ്റാർ പ്ലെയർ ഒന്നുമില്ല. കാരണം ഞാൻ 4 ഒളിമ്പിക്സ് കളിച്ചപ്പോഴാണ് 2 മെഡൽ കിട്ടിയത്. എൻ്റെ കൂട്ടത്തിലുള്ള 11 പേരുണ്ട്. അവർ 2 ഒളിമ്പിക്സ് കളിച്ച് 2 മെഡലുണ്ട്. അപ്പം ഓരോരുത്തർക്കും ഒരു കുട്ടി പറഞ്ഞിട്ടില്ല, ചിലർക്ക് ശരിയാവും, ചിലർക്ക് ശരിയാവത്തില്ല. അതേ അവസ്ഥ തന്നെയാണ്. കുറച്ച് പേർക്ക് കുറേ സമയങ്ങളെടുക്കും, കുറച്ച് പേർക്ക് കുറച്ച് സമയത്ത് കിട്ടും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇവിടെ നിൽക്കുന്ന സ്പോർട്സ് ചെയ്യുന്നവരാണെങ്കിലും പഠിക്കുന്നവരാണെങ്കിലും കലയിലുള്ളവരാണെങ്കിലും നിങ്ങളോട് ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ, നിങ്ങൾ എന്ത് ചെയ്താലും അത് നന്നായിട്ട് ചെയ്യുക. അതിനകത്ത് ഒന്നാമനാവാൻ ശ്രമിക്കുക. അത് പഠിക്കുന്ന കാര്യത്തിലാണ് കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പലർക്കുള്ള കഴിവുകൾ പലതായിരിക്കാം. എന്നെ ഒരു പക്ഷേ ദൈവം ഇങ്ങോട്ട് വിട്ടിരിക്കുന്ന ഹോക്കി കളിക്കാനായിരിക്കാം. നിങ്ങൾ വിട്ടിരിക്കുന്നത് ചിലപ്പം കലയ്ക്ക് വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ വേറെ രാഷ്ട്രീയപരമായ കാര്യങ്ങളിലേക്കാണെങ്കിലും നേതൃത്വം കൊടുക്കാനാണെങ്കിലും ഏത് ലെവലിലേക്ക് ആയിക്കോട്ടെ. ഇവിടെ നിൽക്കുന്ന എല്ലാവരും ഇപ്പോൾ ടീനേജ് വയസ്സിലുള്ളവരാണ്. അതുകൊണ്ട് പറയുകയാണ്, എന്ത് ചെയ്താലും ഇനി ഉഴപ്പം തന്നെ നോക്കിക്കുക. ഉഴപ്പമാണെങ്കിൽ ഏറ്റവും നല്ല ഉഴപ്പണാവുക, അല്ലാതെ ഇടയ്ക്ക് നിൽക്കരുതെന്നില്ല. അപ്പം ഏറ്റവും നന്നായിട്ട് ചെയ്യുക, ഹാർഡ് വർക്ക് ചെയ്യുക, കൺസിസ്റ്റൻ്റായിട്ട് എല്ലാം ചെയ്യാൻ നോക്കുക. ഇതുപോലൊരു വലിയൊരു സ്വീകരണം ഒരുക്കിയതിനാണ് നമ്മുടെ MLAക്കും MLAമാർക്കും
നമ്മുടെ ഒളിമ്പിക് അസോസിയേഷനും പിന്നെ പ്രത്യേകിച്ച് മ്യൂസിക് കോളേജിലും പിന്നെ ഇതിനിടയ്ക്ക് ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്ക് കൂടെ ചേർത്തിട്ട് അതെ നമ്മുടെ പ്രസിഡന്റ് ഇരിപ്പുണ്ട് സ്പോർട്സ് കൗൺസിലിൻ്റെ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി താങ്ക് യു വെരി മച്ച്. നിങ്ങളിൽ നിന്നും ഒത്തിരി ശ്രീജേഷന്മാർ ഉണ്ടായി വരട്ടെ. താങ്ക് യു.